ഇല്ലല്ല, എനിക്ക് ഓർമ്മശാലം തൊട്ട് 10-20 വർഷങ്ങൾ എനിക്കൊന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു. ആ സമയം തൊട്ടേ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാ വർഷവും ഓരോ സിനിമകളല്ലേ. കുറേ പടങ്ങൾ കണ്ടു. ഈ തവണ കുറച്ച് സിനിമകൾ ഷൂട്ടുള്ളതുകൊണ്ട് പകൽ കുറേ ദിവസം വരാൻ പറ്റിയില്ല. എന്നാലും പറ്റുന്ന സമയത്ത് വന്ന് കാണുന്നുണ്ട്. അപ്പുറം കണ്ടായിരുന്നു. അപ്പുറം നല്ല സിനിമയായിട്ട്. ഇന്നിപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ കാണാൻ പറ്റിയില്ല, ഭയങ്കര ആളായിരുന്നു. നല്ല അഭിപ്രായമുണ്ട് പടത്തിന്. അങ്ങനെ കുറച്ച് സിനിമകളെ കാണാൻ പറ്റിയുള്ളൂ. അപ്പുറം ഞാൻ എന്തായാലും കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറേ കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് മൂവി കാണാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്ക്, ക്രൗഡൊക്കെ ഇതായിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി എങ്ങനെയാണ്? അത് എല്ലാ വർഷവും ഉണ്ടല്ലോ. അത് ചില നല്ല സിനിമകൾക്ക് എന്തായാലും ആളുണ്ടാവും. പിന്നെ ആ തള്ളി കാണുന്നതും ക്യൂ നിന്ന് കാണുന്നതൊക്കെ ഒരു ഭയങ്കര രസമാണ്. അതൊക്കെ ഒരു എൻജോയ്മെൻ്റാണ്. പിന്നെ ഷെഡ്യൂളൊക്കെ എത്ര ചെയ്താലും ആളുകളുണ്ടല്ലോ, അത്രയും ആളുകളുണ്ട്. അപ്പോൾ അത്രയും തിയേറ്ററുകൾ വേണം. അവർ മാക്സിമം പറ്റാവുന്ന തിയേറ്ററുകളിലെല്ലാം ഉണ്ട്. അപ്പം എല്ലാ വർഷവും ഉള്ളതാണത്. പിന്നെ തള്ളിക്കാണുന്നൊക്കെ ഒരു രസമായിട്ട് കടുക്കുക. പിന്നെ പരാതി എനിക്കൊന്ന് എല്ലാ വർഷത്തെയും പോലെ ഭയങ്കര പരാതി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൂടെയൊക്കെ ഇതായിട്ട് തോന്നുന്നു. കുറച്ചും കൂടെയൊക്കെ ഷെഡ്യൂളൊക്കെ നല്ലതുപോലെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ രാവിലെ തന്നെ 5 മിനിറ്റിനകം തന്നെ എല്ലാം ഫുള്ളാവുന്നുണ്ട്. അത്രയും ആളുകളുണ്ട്. അപ്പം വരും വർഷങ്ങളിൽ കുറച്ചും കൂടെ തിയേറ്ററുകളൊക്കെ വന്നാൽ അത് കുറേ കൂടെയൊക്കെ കുറയ്ക്കാൻ പറ്റും. പുതിയ പടങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള പ്രഹരം എന്ന് പറയുന്ന സിനിമ, ഇതിഹാസയുടെ ഡയറക്ടർ പ്രഹരം. പിന്നെ ഗുണ്ടജയൻ്റെ ഡയറക്ടറുടെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, അത്. പിന്നെ ലക്ഷ്മി പുഷ്പയുടെ ഒരു പടം, മുരളി ഗോപിച്ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പടം, കൃഷ്ണകുമാരേട്ടൻ്റെ പടം. അങ്ങനെ കുറേ പടങ്ങളുണ്ട് ഇറങ്ങാൻ. താങ്ക് യു. ഹായ്, ഞാൻ എല്ലാ വർഷവും നേരത്തെ എത്തുന്ന ആളാണ്. ഇത്തവണ കുറച്ച് ദിവസം ഷൂട്ടൊക്കെ ആയിട്ട് ലേറ്റ് ആയിപ്പോൾ ഇന്നിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ രാവിലെ. അപ്പോൾ ഇന്ന് മുതൽ കണ്ടു തുടങ്ങണം പരിപാടികൾ. പക്ഷേ എല്ലാ വർഷത്തെ പോലെ തന്നെ നല്ല പങ്കാളിത്തമുണ്ട്. പിന്നെ എനിക്കൊന്ന് കുറേ പറഞ്ഞതാട്ടോ, കുറേ അടിപൊളി പടങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല വീണ്ടും. അപ്പോൾ അതൊക്കെ കാണണം. പുതിയത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളി നയൻതാര പടം ഡിയർ സ്റ്റുഡൻസ്, അതിലൊരു ചെറിയ വേഷമുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ TV ഷോ അമൃതയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി. ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഷൂട്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് ഉച്ചവരെയൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കാനുള്ള ഇതുണ്ട്. ഇന്ന് ഷൂട്ടില്ലെന്നല്ല, ഏത് സമയം വിളിച്ചാൽ ഒന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് അതിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കണ്ടു. ഇപ്പം ഇത് മലയാളം ഇവിടെ ടാഗോറിൽ ഉണ്ടായിരുന്നത് കണ്ടു. അത് ഗംഭീരമായിട്ടുള്ളൊരു മൂവിയാണ്. ഇന്നലെ എൽബോ അത് കണ്ടു. നല്ല ഇതായിരുന്നു. അതിന് മുമ്പൊരെണ്ണം കണ്ടത് അത്ര വേണ്ടത്ര. പക്ഷേ ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്ത ഉണ്ട്. നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ലോകശ്രദ്ധയെ ആകർഷിച്ചതും ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള. പക്ഷേ ഗോവൻ ഫെസ്റ്റിവലിനേക്കാളും വലിയ ഫെസ്റ്റിവലാണ് നമ്മുടേത് IFFK. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, IFFKയ്ക്കായിരുന്നു പേര്. ഗോവൻ ഫെസ്റ്റിവൽ ഗോവയിലേക്ക് മാറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ പുതിയത് ജ്യോതിഷ് ശങ്കർ ചെയ്ത പൊന്മാൻ, അത് വരാനുണ്ട്. ഒരു 10-18 ഉണ്ട് എല്ലാം കൂടെ. ഇല്ല, ഞാൻ വന്നു തുടങ്ങിയല്ലോ. ഇന്നലെ ഇന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അതൊരു ഫിലിം ഫെസ്റ്റിവൽ, ഇപ്പോൾ ഫിലിം കാർണിവൽ ആയിട്ടാണ് തോന്നുന്നത്. കൊള്ളാം, ഒരുപാട് പേര് വരുന്നുണ്ട്. 2014 വരെ കൈരളി തിയേറ്ററായിരുന്നു ഇതിൻ്റെ ഓഫീസും എല്ലാം. 2015 മുതലാണ് ടാഗോർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയത്. സിനിമകളിലെ മാറ്റങ്ങൾ, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറി തുടങ്ങി. പക്ഷെ പണ്ടൊരു ഫെസ്റ്റിവലായിരുന്നു, ഇപ്പം IFFK കാർണിവലായിട്ടാണ് കാണുന്നത്, തോന്നുന്നില്ലേ? ഫിലിം കാണാൻ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഇത് പറഞ്ഞതേ ഉള്ളൂ.
ഇതേ സിനിമകൾ തിയേറ്ററിൽ വന്ന് എത്ര പേര് കാണാൻ കയറും? ഞാൻ കുറച്ചും പോയി ചോദിച്ചു ഇതാരെങ്കിലും എനിക്ക് ഇതിനൊരു ഉത്തരം തരാമോ എന്ന്. ആർക്കും ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ സിനിമകൾ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ ഇവിടെ കിടന്നൊരു അടി ഉണ്ടാക്കണം. ഒരു ചെറിയ തിയേറ്ററിൽ പോലും ഇത് സിനിമ ഇറങ്ങിയാൽ ആൾക്കാർ കാണുമോ? ഇല്ല. ഇന്ന് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ നല്ലൊരു മൂവി, അത് കണ്ടോട്ടാണ് നമുക്കെല്ലാവരും പറയാൻ കഴിഞ്ഞത്. ഇവിടെ എത്ര പേരാണ് ഒരു മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ? എത്രയോ നല്ല നല്ല മലയാള സിനിമകൾ വന്നിട്ടും ആളില്ലാതെ തിയേറ്റർ വിട്ട് പോയിട്ടുണ്ടല്ലേ? എന്നാൽ അത് ടി വിയിൽ വരുമ്പോൾ എന്നൊരു തെലുങ്കോ തമിഴോ മൂവി വരികയാണെങ്കിൽ അത് കാണാൻ ആൾക്കാരുമുണ്ട്. നമ്മുടെ മലയാള സിനിമയെ എല്ലാ സിനിമകളെയും പ്രോത്സാഹിപ്പിക്കണം, ഭാഷഭേദമില്ലാതെ. പക്ഷേ IFFKയിൽ വരുമ്പോൾ മാത്രം ഈ ഫിലിമിന് കാണാൻ മാത്രമാണ് ഈ തള്ള് ഒരിക്കലും തിയേറ്ററിലും കണ്ടിട്ടില്ല. പക്ഷേ അതെന്തുകൊണ്ടാണ്? ഈ സിനിമ തിയേറ്ററിൽ വരട്ടെ, ശരി ഇവർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. കാരണം ശ്യാമപ്രസാദ് സാറിൻ്റെ ഇസ്ര എന്ന് പറഞ്ഞ സിനിമ, ഇസ്രയേൽ ഇലക്ട്ര എന്ന് പറഞ്ഞ സിനിമ പണ്ട് കൈരളി തിയേറ്റർ തകർത്തിട്ടുണ്ട്. ഇന്നും ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല, ഇലക്ട്ര. അത് കാണാൻ ആരെങ്കിലും ഇപ്പോൾ ഇറങ്ങിയാലും എപ്പോൾ ഇറങ്ങിയാലും ആരെങ്കിലും വരും? ഇല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ പണ്ടൊന്നും ഇത്ര എനിക്ക് തോന്നുന്നു ഒരു വാട്സപ്പ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസാരമാണ്. പണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര അതിപ്രസാരമില്ലായിരുന്നു. അതിപ്രസാരം ഇല്ലാത്തപ്പോൾ ഇത്ര തള്ളോ അടിയോ ഒന്നുമില്ലായിരുന്നു. അന്ന് സിനിമ കാണാൻ എല്ലാവർക്കും നമ്മൾ സിനിമ കാണുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഒരുപാട് നല്ല സിനിമകൾ. പക്ഷേ ഇന്ന് ഈ സിനിമ ആണ് ഇത്ര അടിയും ബഹളും, ഇത്രയും തിയേറ്റർ. അന്ന് ഇത്ര തിയേറ്ററുകളില്ല. കാരണം നമ്മൾ IFFK പോയി എന്നൊരു പോസ്റ്റ് ഇടുമ്പം എന്തോ അതിന് കിട്ടുന്ന ഒരു ഇതായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആരെയും ബ്ലെയിം ചെയ്തു ആരെയും കുറ്റം പറഞ്ഞല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മാറ്റങ്ങളാണ് ഇനിയും എനിക്ക് മുൻപത്തെ പോലെ സിനിമയെ മാത്രം ആസ്വദിക്കാൻ വരുന്ന ഒരു IFFK ഫെസ്റ്റിവൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാർണിവലല്ല, ഫെസ്റ്റിവൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും നടക്കട്ടെ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഒരു അമല പോളായിട്ടുള്ളൊരു സിനിമ, അത് തിയേറ്ററിൽ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. അത് സിംഗ് സൗണ്ടുള്ളൊരു സിനിമയാണ്, അവാർഡുകൾക്കുള്ളതാണ്. പഴയ പരിണയത്തിൻ്റെ ഒരു വേർഷനാണ്. പിന്നെ ഒരു ചെറിയൊരു പടം ചെയ്തു. പിന്നെ 2 സീരിയൽ, വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഒരു സീരിയൽ ഗസ്റ്റ് അപ്പിയറൻസാണ്, തീരാറായി. പിന്നെ ഒന്ന് ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും 2025 ഒരു അടിപൊളി വർഷമാവട്ടെ. ഇനി തന്നെ ആർക്കും എന്തൊരു കൊറോണയോ നമുക്ക് വയനാട് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും 2025 സൂപ്പർ ആവട്ടെ. ഓക്കെ. അപ്പോൾ അമൃതയ്ക്ക് സ്പെഷ്യൽ ഹായ് സർ. ഹായ്. എന്താണ് IFFKനെ പറ്റി അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമുള്ളൂ. IFFK എപ്പോഴും നമുക്കൊരു ഉത്സവമാണ്, സിനിമയുടെ ഉത്സവമാണ്. നമ്മളെ ആൾക്കാർക്കെല്ലാം നമ്മളൊരു റീയൂണിയൻ പോലെ നമ്മൾ എല്ലാ വർഷവും ഞങ്ങൾക്കൊരു സ്ഥിരം ടീമൊക്കെ ഉണ്ട്. ഇത്തവണ ഞാൻ എൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ജോയിൻ ചെയ്തപ്പോൾ 2 ദിവസം വൈകി. അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു 15 വർഷത്തിനിടയിൽ അങ്ങനെ IFFK ഫസ്റ്റ് ഡേ മുതൽ മിസ്സാക്കാതെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ്. ഇത്തവണ അതുകൊണ്ട് 1 ദിവസം 2 ദിവസം വൈകി. പക്ഷേ ബാക്ക് ഇൻ ടു എൻ്റെ കൂടുതൽ സിനിമ കാണാൻ പറ്റുന്നത് എൻ്റെ സിനിമ കള്ളം എന്ന് പറഞ്ഞ എൻ്റെ സിനിമ തിയേറ്ററിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊമോഷൻസിന് ഇടയ്ക്ക് ഞാൻ പോകുന്നു. അതിന്ന് ഫിലിം മാർക്കറ്റിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് സിനിമ, IFFK ഫിലിം മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും കൂടി ഇതിനിടയിൽ മെർജ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഇൻവോൾവ് ആയി ഒരുപാട് സിനിമകൾ കാണാൻ പറ്റില്ല. എങ്കിലും ഞാൻ അറോറ, തലാക്ക് അങ്ങനെ കുറച്ച് സിനിമകൾ കണ്ടു. നല്ല സിനിമകളുണ്ട്. ആസ് ഇറ്റ് ഈസ്. എനിക്ക് കണ്ടതിൽ ഈ അറോറ വളരെ ഇഷ്ടപ്പെട്ടു, തലാക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്താണ് കേക്ക് എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കുറച്ചേറെ സിനിമകൾ ഇഷ്ടപ്പെട്ടു. അതെ. അല്ല, എൻ്റെ ഒരു സിനിമ ആൾറെഡി തിയേറ്ററിലുണ്ട്. കള്ളം എന്നാണ് പേര്. ആദിൽ ഇബ്രാഹിം, നന്ദന രാജൻ, ജിയോ ബേബി, ഷഹീൻ സിദ്ദീഖൊക്കെ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർട്ടെക് മാളിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ അതിൻ്റെ പ്രൊമോഷൻസിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അതാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരു സിനിമ മറുവശം എന്നാണ് സിനിമയുടെ പേര്. അതും ഇവിടെ IFFKയുടെ ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്, ഫിലിം മാർക്കറ്റിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മറുവശം ഷെയ്ൻ സിദ്ദീഖ്, കൈലാഷ്, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ കുറച്ച് പേര് അഭിനയിച്ച സിനിമയാണ്. അടുത്ത മാസമാണ് അതിൻ്റെ റിലീസ്. അപ്പോൾ ഈ ഫിലിം മാർക്കറ്റ് പോലും നമ്മുടെ ചലച്ചിത്ര അക്കാദമി എന്താ പറയുന്നത്, അങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വരുന്ന സിനിമകൾക്ക് ആണെങ്കിലും പ്രദർശിപ്പിച്ച് ഒരു പ്രിവ്യൂ നടത്താനൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പെൻസുകളൊക്കെ ഇപ്പോൾ വളരെ വലുതാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടാക്കി തരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്.
എങ്ങനെയുണ്ട് IFFK എക്സ്പീരിയൻസ്? വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് IFFK. ഈ സ്ഥലം ഇതൊക്കെ ഒരു വൈബാണ് എനിക്ക്. അപ്പോൾ സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയത് തന്നെ IFFKയിൽ വന്ന ചലച്ചിത്രങ്ങൾ കണ്ട് തുടങ്ങിയപ്പോഴും ലോക സിനിമയെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴുമാണ്. അതുകൊണ്ട് IFFK എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയേണ്ടത്, ഒരു ക്യാമ്പസ് പോലെയാണ് എനിക്ക്. മാമിൻ്റെ ഫസ്റ്റ് മൂവി ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്, എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? ഇത് ഒരു സസ്പെൻസ് ത്രില്ലറാണ് കള്ളം, പക്ഷേ അതോടൊപ്പം തന്നെ അതിന് ഒരു സോഷ്യൽ റെലവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ IFFK കാണാൻ വരുന്ന ആളുകൾക്ക് അത്തരം സോഷ്യൽ റെലവൻസ് ഉള്ള സബ്ജക്റ്റ് ചർച്ച ചെയ്യാനും വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഒരു ചർച്ച ഇവിടെ ഉണ്ടാകും. ഞാൻ സിനിമാ സ്വപ്നം കണ്ടു നടന്ന ആ സ്ഥലത്ത് എൻ്റെ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിപ്പോൾ.